ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഫോറം മാളിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഔട്ട് സൈഡ് നിന്നിട്ടാണ് ഇൻ്റർവ്യൂ പറയണത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു സൗണ്ട് ഉണ്ടാവുമെന്നാണ് വിചാരിച്ചത്, പക്ഷേ സൗണ്ട് ക്ലിയർ ആയിട്ട് കിട്ടിയില്ല. അതുകൊണ്ട് എല്ലാവരും വെൽക്കം ചെയ്തതാണ് ന്യൂസ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു ബ്ലോഗ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ടൂ വീലറിലാണ് വന്നേക്കുന്നത്. ടൂ വീലർ ആയതുകൊണ്ടാണ് മാളിൻ്റെ എൻട്രി വരുന്നത് ഈ ഒരു സൈഡിലായിട്ടാണ് വരുന്നത്. ഇത് മൊത്തം ടൂ വീലർ പാർക്ക് ചെയ്യാനുള്ള ഏരിയ ആണ്. അപ്പോൾ നല്ല വെയിലാട്ടോ. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു 3 മണി 3:30 ആയിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും നല്ല വെയിലാണ്, നല്ല ചൂടാട്ടോ. അതുകൊണ്ട് ഞങ്ങൾ എത്രയും വേഗം അകത്തോട്ട് കയറാനുള്ള ശ്രമമാണ്. അപ്പോൾ മാളിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ തന്നെ നല്ലൊരു ആശ്വാസം കിട്ടിയിട്ടുണ്ട്. ഇപ്പം നേരെ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലോട്ട് തന്നെയാണ് എൻട്രി ആവുന്നത്. പക്ഷേ നമുക്ക് കയറിയപ്പോൾ തന്നെ നല്ല അടിപൊളി സ്ഥലം കണ്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും എടുക്കാമെന്ന് വെച്ച്. അപ്പോൾ ഞങ്ങളൊരു ഫോട്ടോ എടുക്കണം നോക്കുമ്പോഴാണ് അവിടെ ഒരു ചെറിയ തിരക്ക് കണ്ടേട്ടാ. അപ്പോൾ എന്താണെന്ന് നോക്കിയപ്പോഴാണ് നമ്മുടെ ക്രിസ്മസിൻ്റെ ഭാഗമായിട്ട് അവർ ഓരോ ഏരിയയിൽ ഇങ്ങനെ കുറേ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ കുറേ ഐറ്റംസ് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഫോട്ടോ എടുക്കാനുള്ള ഇതാട്ടോ. നമുക്ക് തന്നെ എടുത്തിട്ട് ഫോട്ടോയൊക്കെ എടുക്കാം. നല്ല രസമായിട്ട് നല്ല ഒരു ഊഞ്ഞാലാണത്. ഊഞ്ഞാലിൽ നല്ല ബ്ലൂ കളർ ബാക്ക്ഗ്രൗണ്ട് കൊടുത്തേക്കുവാണ്. അപ്പോൾ ഫോട്ടോ എടുക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഈ നിൽക്കണവരെല്ലാവരും ഫോട്ടോ എടുക്കാൻ നിൽക്കണവരാട്ടോ. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഇവിടെ നിന്നിട്ട് അനൂസിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് ഓർത്തു. അപ്പോൾ ഞങ്ങൾ ഈ ചേച്ചി മാറിയപ്പോഴേക്കും ഞങ്ങൾ വേഗം പോയി ഇരുന്നിട്ട് ഫോട്ടോസ് എടുക്കുക. നല്ല ഭംഗിയില്ലേ, നല്ല രസമായിട്ട് അവരത് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ എത്ര വേണമെങ്കിലും ഫാമിലി ആയിട്ട് നിന്നൊക്കെ എടുക്കാം. നമുക്ക് തന്നെ നമ്മുടെ ഫോൺ ഉപയോഗിച്ച് എടുക്കാം കേട്ടോ. അതായത് അവിടെ ഫോട്ടോഗ്രാഫറൊന്നുമില്ല. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഒരു ഗ്രീനറി. അപ്പോൾ ഫ്രണ്ടിൽ വണ്ടി കയറ്റുന്ന സമയത്ത് ഞാൻ കണ്ടായിരുന്നു ഒരു വലിയൊരു ക്രിസ്മസ് ട്രീ അവർ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ പോയിട്ട് നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാം. കാരണം ഞങ്ങൾ നേരെ ഫ്രണ്ടിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ താഴത്തോട്ട് നോക്കിയപ്പോൾ നമ്മുടെ ഫ്രോസൺ യോഗട്ടിൻ്റെയാണ് താഴത്ത് കാണുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ ടൈം ഉണ്ടെങ്കിൽ കയറാമെന്ന് ഓർത്തിട്ട് ഞങ്ങളത് സ്കിപ്പ് ചെയ്തു. അപ്പോൾ ഞങ്ങൾ ഓർത്താൽ നല്ല തിരക്കായിരിക്കും ഫോറം മാളെന്ന് വിചാരിച്ചത്. പക്ഷേ താരതമ്യേന തിരക്ക് കുറവാട്ടോ. അധികമില്ല. അവിടെ ഇവിടെയൊക്കെ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. കടകളിലാണെങ്കിലും അധികം ആൾക്കാരെയൊന്നും കാണുന്നില്ല കേട്ടോ. മൊത്തം ഒരു ശോകാവസ്ഥയാണ്. അധികം തിരക്കുണ്ടായി. ചിലപ്പോൾ വൈകുന്നേരം ആകുമ്പോഴേക്കും തിരക്ക് വരുമായിരിക്കും. ഞങ്ങൾ അപ്പോൾ ഒരു 3 മണി 4 മണി ആ സമയത്ത് പോയപ്പോൾ ഉള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. അപ്പോൾ കുറേ കടകളുണ്ട് കേട്ടോ. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം ഓപ്പൺ ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇതാണ് ഫ്രണ്ടിലത്തെ വ്യൂ. ഫ്രണ്ടിൽ നിന്ന് വരുമ്പോഴേക്കും ആദ്യം കാണുന്നതാണ് ഇത്. ഇവിടെ അവരിങ്ങനെ ഗുഹ പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ആദ്യം പുൽക്കൂടാണെന്ന് വിചാരിച്ചത്. പിന്നെ വിചാരിച്ചു പുൽക്കൂടല്ല, അവർ വേറെന്തോ തീമിൽ അവരിങ്ങനെ, എനിക്ക് തോന്നുന്നു ഹാലോവീൻ്റെ ഒരു തീമാണെന്ന് തോന്നുന്നു. ആ ഒരു തീമിലാണ് അവരിത് ഉണ്ടാക്കി വെച്ചത്. എല്ലാം പ്ലാസ്റ്റിക്കാണ്, പക്ഷെ നന്നായിട്ട് അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് കണ്ടിപ്പോൾ ആ കുട്ടി എടുത്തേക്കണ പോലെ നമുക്ക് നിന്നിട്ട് ഫോട്ടോ എടുക്കാം, വീഡിയോ എടുക്കാം. അപ്പോൾ നല്ല രസമുണ്ട് അത് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കണേ കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഫോട്ടോ എടുക്കാനായിട്ട് ഓരോ കോർണറിൽ അവരിങ്ങനെ ഓരോന്നും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു ഏരിയയിൽ നല്ല തിരക്കാണ്, അല്ലാതെ തിരക്ക് തീരെ കുറവാട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ തിരക്ക് ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇടയ്ക്കൊന്ന് കയറി ഒരുവിധം ഫോട്ടോ എടുത്തിട്ട് ഞങ്ങൾ ഇറങ്ങി കേട്ടോ. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ഫ്രണ്ടിലോട്ടാണ് പോയത്. ഫ്രണ്ടിലാണ് ഞാൻ പറഞ്ഞ ക്രിസ്മസ് ട്രീ ഉള്ളത്. ഏറ്റവും വലിയ ക്രിസ്മസ് ട്രീ ആട്ടോ. അപ്പോൾ കണ്ടപ്പോൾ നല്ല കൗതുകം തോന്നിയിട്ടത്. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു ആ ക്രിസ്മസ് ട്രീ. അപ്പോൾ അനൂസ് സംഭവം കണ്ടില്ലായിരുന്നു വണ്ടി കയറിയപ്പോൾ ഇങ്ങനെ ക്രിസ്മസ് ട്രീ ഉണ്ടെന്ന്. അപ്പോൾ ഞാൻ ഫ്രണ്ടിലോട്ട് പോകുന്ന പറയുമ്പോൾ അവൾക്ക് ആദ്യം താല്പര്യമില്ലായിരുന്നു. എന്തിനാണ് ഫ്രണ്ടിൽ പോകണ്ട, നമുക്ക് ഫൺ സിറ്റി പോകാമെന്നും പറഞ്ഞിട്ടിരിക്കണായിരുന്നു. അപ്പോൾ ഇത് ഇപ്പോഴാണ് അവൾ കാണുന്നത് കേട്ടോ. കണ്ടപ്പോൾ തന്നെ അവളുടെ അവൾ അന്തം വിട്ടിങ്ങനെ നിൽക്കുക. അയ്യോ ഇതെങ്ങനെ ഇത് ഉണ്ടാക്കിയെന്ന് ചോദിച്ചുകൊണ്ട് എങ്ങനെ ഇത് ചെയ്തേന്നൊക്കെ ഓർത്തിട്ട്. ശരിക്കും രാത്രി വരുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. നല്ല ലൈറ്റിംഗ് ഒക്കെ അവർ ചെയ്തിട്ടുണ്ട്, നല്ല ഭംഗിയായിരിക്കും. എന്നാലും പകൽ കാണുമ്പോഴും കൊള്ളാം, നന്നായിട്ടുണ്ട്. നമുക്ക് അപ്പോൾ ഇവിടെ നിന്നിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടോ. അപ്പോൾ ഫോട്ടോയൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ മാളിൻ്റെ ഉള്ളിലോട്ട് കയറുവാണ്. അപ്പോൾ കയറുമ്പോൾ തന്നെ കുറച്ച് സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ മേളിലോട്ട് കയറി ചെല്ലുമ്പോഴേക്കും ഒരുപാട് ഷോപ്സൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം ഓപ്പൺ ആയിട്ട് നമുക്ക് എല്ലാ ഫ്ലോറിലും എല്ലാം ഫില്ലായിട്ടുണ്ട്. അപ്പോൾ നേരത്തേക്ക് ഇവിടെ വരുമ്പോഴേക്കും എല്ലാം പണിയണേയും അതുപോലെ തന്നെ സെറ്റ് ചെയ്യണയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നൈക്കയുടെയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ കുറച്ച് ബ്യൂട്ടി
ഷോപ്പുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പർച്ചേസിംഗ് ഒന്നും ചെയ്തിട്ടില്ല, നമ്മൾ ജസ്റ്റ് എല്ലാം കണ്ട് ഇറങ്ങുകയാണ് ചെയ്തത്. പിന്നെ നമുക്ക് പുതിയതായിട്ട് ഇവിടെ കണ്ടത് നൈക്കയുടേത് ഞാൻ പറഞ്ഞില്ലേ, അവർ പുതിയ ലോഞ്ച് ചെയ്തു കേട്ടോ. അപ്പോൾ ഒരുപാട് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് ക്രിസ്മസിൻ്റെ ഭാഗമായിട്ട്. പിന്നെ നമ്മൾ മെയിനായിട്ട് ഇവിടെ വന്നത് തന്നെ ഫൺ സിറ്റിയിലോട്ട് കയറാൻ വേണ്ടിയാണ് വന്നിരുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഫൺ സിറ്റിയിൽ വന്നപ്പോഴേക്കും നമ്മൾ ഒരു റൈഡ് കയറിയില്ലായിരുന്നു. ആ റൈഡ് കയറാൻ വേണ്ടിയാണ് വന്നത്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അന്നേരത്തേക്ക് അതെന്തോ ഓപ്പൺ ആയില്ല എന്ന് തോന്നുന്നു. അപ്പോൾ അതിപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ അപ്പോൾ ഫൺ സിറ്റിയുടെ വിശേഷങ്ങൾ ഞാൻ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം, അത് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം. അതിൽ പുതിയ റൈഡ്സും കാര്യങ്ങളും ഒക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ ക്രോസ് വേൾഡിൽ പോയി. അപ്പോൾ അനൂസിന് കുറച്ച് ബുക്സൊക്കെ നോക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ബുക്ക് നോക്കാൻ വേണ്ടി. അപ്പോൾ ഓൾമോസ്റ്റ് അനൂസാകെ തളർന്നു കേട്ടോ. എന്തെങ്കിലും കഴിക്കാനായിട്ട് വേണമെന്ന് പറഞ്ഞ്, അപ്പോൾ തണുത്ത എന്തെങ്കിലും മതി എന്ന് പറഞ്ഞ്, കാരണം പാർക്കിലൊക്കെ കളിച്ചിട്ട് ആൾ ഓൾറെഡി ടയർഡായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫലൂഡ നേഷനിൽ വന്നു. അപ്പോൾ ഇവിടെ ചോക്കോസില്ലെന്ന് പറഞ്ഞത് ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സാധനം ഇരിക്കണം കാണുന്നത്. അപ്പോൾ വേറെയും കുറേ ടൈപ്പ് ഫലൂഡാസ് നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ ഞങ്ങൾ സെലക്ട് ചെയ്തത് ചോക്കോസിലെയും പിന്നെയാണ് മുംബൈ ഡ്രൈ ഫ്രൂട്ട്സ് ഫലൂഡ. ഈ ഒരു 3 ഫലൂഡേഴ്സും ട്രെൻഡിങ് ആണ്. അപ്പോൾ അതിൽ ഞങ്ങൾ മുംബൈ ഡ്രൈ ഫ്രൂട്ട് ഫലൂഡ ചോക്കോസ്. അല്ല ടേസ്റ്റ് ചെയ്യണില്ല ബാബാ. എന്താ പിസ്തയാണോ? ഇതില്ലേ ചോക്കോസിന് അപ്പോൾ നമ്മൾ ആദ്യം ട്രൈ ചെയ്തത് ഈ മുംബൈ ഡ്രൈ ഫ്രൂട്ട് ഫലൂഡയാണ്. ഓൾമോസ്റ്റ് നമുക്ക് ഇതിനകത്ത് ഡ്രൈ ഫ്രൂട്ട്സും കസ്കസും സേമിയ ഉണ്ട്. പിന്നെ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്, മെയിൻ ഫ്ലേവറായിട്ട് എനിക്ക് തോന്നിയത് ബദാമാണ്. ബദാം മിൽക്കൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ.
അപ്പോൾ നമുക്ക് ഇത് മിക്സ് ചെയ്താണ് കഴിക്കേണ്ടത്. അപ്പം മേളിൽ ആദ്യം ഒരു ബദാമാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ അടുത്ത് നമ്മൾ ചോക്കോസില്ലാണ് സെലക്ട് ചെയ്തത്. ഓൾമോസ്റ്റ് അതിൻ്റെ ഷേക്കൊക്കെ അവൾ കുടിച്ച് തീർത്തില്ല. ഇനി ലാസ്റ്റ് അതിൻ്റെ കേക്കിൻ്റെ കഷ്ണം കുറച്ച് ഐസ്ക്രീമിൻ്റെ ആ ക്രീം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയൊക്കെ അവൾ കഴിച്ച് തീർത്തു കേട്ടോ. അപ്പോൾ ഇത് വെച്ചാൽ കേക്കും ചോക്ലേറ്റും അനൂസ് പറഞ്ഞ പോലെ തന്നെ ഡെത്ത് ബൈ ചോക്ലേറ്റ് പോലെയാണ്. ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ ചോക്ലേറ്റാണ്, അതും ഡാർക്ക് ചോക്ലേറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെതായ കയ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നിരുന്നാലും ചോക്ലേറ്റ് ലവേഴ്സിനൊക്കെ ഇഷ്ടപ്പെടും ഈ ഒരു സാധനം. ഇതൊക്കെ കഴിച്ച് ഞങ്ങൾ പതുക്കെ ഫോറം മാളിൽ നിന്ന് വിടുവാണ്. അപ്പോൾ ഞങ്ങൾ ഈ ബ്ലോഗ് ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഈ ബ്ലോഗ് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കാണാം. ഓക്കെ, ബൈ.